ഹായ് ഫ്രണ്ട്സ്, ഞാനിതുമാണ് നമ്മൾ പറഞ്ഞിരുന്നത് പോലെ നമ്മളിന്ന് എന്താ പറയുക അതിൻ്റെ വീഡിയോ ചെയ്യാൻ പോവുകയാണ്. നാച്ചുറൽ ഡൈ എങ്ങനെയാണ് യൂസ് ചെയ്യണമെന്നുള്ള നാച്ചുറൽ ഡൈ അതിൻ്റെ ഒരു പ്രാക്ടിക്കൽ ഞാൻ കാണിക്കാൻ പോവുകയാണ്. ഞാൻ ഷാമ്പു ചെയ്ത് എൻ്റെ മുടി ഇട്ടിരിക്കുവാണ്. നിങ്ങൾ കണ്ടല്ലോ എൻ്റെ മുടിയുടെ സിറ്റുവേഷൻ എന്നാന്ന്. വരുന്ന സ്ഥലമാണ് വൈറ്റായിട്ട് വന്നേക്കണേ. അപ്പോൾ അതിൽ നമ്മളിത് പുരട്ടി തേക്കാൻ പോവുകയാണ്. അപ്പം നമുക്കറിയാം കെമിക്കൽ ഡൈ യൂസ് ചെയ്യുന്നതുകൊണ്ടുള്ള ഒരുപാട് പ്രശ്നങ്ങൾ നമുക്കുണ്ടാവും അല്ലേ. ഞാൻ കെമിക്കൽ ഡൈ ഞാൻ 1.5 വർഷം മുന്നേ വരെ ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരുന്നതാണ്. അപ്പോൾ വർക്ക് ചെയ്യാൻ ഓഫീസിൽ പോകുമ്പോൾ ശരിയാണ്, നമുക്ക് ഡിപ്പെൻഡ് ചെയ്യാൻ കെമിക്കൽ ഡൈ ഉള്ളു. പെട്ടെന്ന് തലമുടി തേച്ച് നമുക്ക് വാഷ് ചെയ്ത് പോകണമെങ്കിൽ അങ്ങനെ പറ്റത്തുള്ളൂ, തിരക്ക് കാരണം. പക്ഷേ അത് കഴിഞ്ഞ് ഞാൻ അങ്ങനെ യൂസ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും എന്താ പറയുക, ഞാൻ ഓരോ സാധനങ്ങളായിട്ട് എടുത്തിട്ടുകൊണ്ടിരിക്കുക. നിങ്ങൾ യൂസ് ചെയ്യുമ്പം ഗ്ലൗസൊക്കെ വെച്ച് യൂസ് ചെയ്യാൻ ശ്രമിക്കുക മാക്സിമം. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, ഞാനത് തേച്ചുകൊണ്ടിരുന്നപ്പോഴത്തേക്കും എനിക്ക് കണ്ടിന്യൂസ് ആയിട്ട് അലർജി കഫ് വന്നു. ഓക്കെ, അലർജി കഫ് വന്നിട്ട് ഞാനത് കണ്ടിന്യൂസ് ആയിട്ട് അലർജി കഫ് വന്നപ്പോഴത്തേക്കും ഡോക്ടറെ കാണിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇത് കെമിക്കൽ ഡേ യൂസ് ചെയ്യുന്നുണ്ടോ എന്ന് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു ആ കെമിക്കൽ ഡേ യൂസ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പം അങ്ങനെ വന്നതാണ്. അതുകൊണ്ട് ഈ അലർജി മാറണമെങ്കിൽ ആക്ച്വലി യൂസ് ചെയ്യുന്ന ഒരു കെമിക്കൽ ഡൈയുടെ അലർജി ആണെന്നാണ് പറഞ്ഞത്. അപ്പം എന്നോട് പറഞ്ഞു അത് സ്റ്റോപ്പ് ചെയ്ത് നോക്കൂ. അപ്പം നമുക്കറിയാം ഇത് എന്തിൻ്റെ ഇത് കൊണ്ടാണ് ഈ അലർജി, ഈ കഫ് ഉണ്ടാവണേ എന്ന് അറിയാമല്ലോ എന്ന് പറഞ്ഞു. അങ്ങനെ ഞാനത് സ്റ്റോപ്പ് ചെയ്തപ്പോഴത്തേക്കും പതുക്കെ അലർജി കഫ് മാറുന്നതായിട്ട് കണ്ടു. മൈഗ്രെയിൻ വരുമായിരുന്നു, സിവിയർ ഹെഡേക്ക് വരുമായിരുന്നു. അപ്പോൾ അങ്ങനെ വന്നപ്പോഴത്തേക്കും നമുക്ക് ഈ മെയിനായിട്ട് നമ്മൾ ഈ കെമിക്കൽ ഹെയർ ഡൈ യൂസ് ചെയ്യുമ്പോൾ ഭയങ്കരമായിട്ട് ഹെയർ ഡാമേജ് ഉണ്ടാവും. നമ്മുടെ ഹെയർ ഷാഫ്റ്റ് ഡ്രൈ ആയി മാറും. പിന്നെ എന്താ പറയുക, പതുക്കെ ഈ മുടി ഇങ്ങനെ ബ്രേക്ക് ചെയ്ത് പോകും. അപ്പം ഈ സ്കാൽപ്പിൽ അതുപോലെ നമുക്ക് ഇറിറ്റേഷൻ ഉണ്ടാവും. എന്താ കാര്യം, കെമിക്കൽ ഡൈക്കകത്ത് യൂസ് ചെയ്തിരിക്കുന്ന അമോണിയം പെറോക്സൈഡ് ഒക്കെയാണ്. അപ്പോൾ അത് നമ്മുടെ സ്കാൽപ്പിനെ ഇറിറ്റേറ്റ് ചെയ്യും. അത് ഇച്ചിങ് ഉണ്ടാക്കും, റെഡ്നെസ് ഉണ്ടാവും, നമ്മുടെ കണ്ണ് ഇങ്ങനെ ചുമന്ന് വരും. ഇതൊക്കെ എനിക്ക് വന്നിട്ടുള്ളതാണ്. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോടത് പറയുന്നത്. അലർജിക് റിയാക്ഷൻസ് വരും, സ്വെല്ലിങ് വരും. ചിലർക്ക് ഈ ഭാഗത്തായിട്ട് ഇങ്ങനെ സ്വെല്ലിങ് വരും, ചിലർക്ക് കണ്ണിൻ്റെ ഇവിടെ ഈ ഭാഗത്തായിട്ട് ഭയങ്കര സ്വെല്ലിങ് വരും. അങ്ങനെ അത് മെയിനായിട്ടും ഇതിനകത്ത് യൂസ് ചെയ്തിരിക്കുന്ന PPD, ഫിനൈലിൻ ഡയമൈൻ്റെ കാരണം കൊണ്ടാണ് അങ്ങനെ വരുന്നത്. പിന്നെ ഹെയറിൻ്റെ തിക്നെസ്, എൻ്റെ മുടിക്ക് ഞാൻ ഗൾഫിൽ നിന്ന് വരുമ്പോൾ ആക്ച്വലി നല്ല തിക്നെസ് ഉണ്ടായിരുന്നു. ആ തിക്നെസ് നഷ്ടമായി. അപ്പം ഭയങ്കര തിന്നാണ് മുടി, ഭയങ്കര സോഫ്റ്റാണ്. അപ്പം ആ ഹാർഷ് കെമിക്കൽസ് നമ്മൾ യൂസ് ചെയ്തുകൊണ്ടാണ് നമ്മുടെ ഹെയർ ഫോളിക്കിൾസ് അതിൻ്റെ സ്ട്രെങ്ത് എല്ലാം പോയിട്ട് ഹെയർ തിന്നാവാൻ തുടങ്ങും. ഭയങ്കരമായിട്ട് തിന്നിങ്, അതായത് ആ മുടിയുടെ തിക്നെസ് കുറഞ്ഞുകൊണ്ടിരിക്കും. പിന്നെ ഇത് നമ്മുടെ നമ്മുടെ സ്കിന്നിനെയും അത് അഫക്റ്റ് ചെയ്യും. നമ്മുടെ ഇത്രയും ഭാഗം കുറേ കഴിയുമ്പോഴത്തേക്കും പിഗ്മെൻറ്റേഷൻ വരുന്നതിൻ്റെ ഒരു റീസൺ ഇതാണ്. ഇത് ഡൈ ഇങ്ങനെ നമ്മുടെ സ്കിന്നിൻ്റെ ഈ ഭാഗത്തും ഇവിടെ ഒക്കെ ഇങ്ങനെ ഇറങ്ങിയിട്ട് ഇവിടെ ഇങ്ങനെ ബ്ലാക്ക് പോലെ വരും. അപ്പോൾ അത് ഞാൻ നിർത്തിക്കഴിഞ്ഞപ്പം എൻ്റെ ഈ ബ്ലാക്ക് പാച്ചസ് വരുന്നതും നിന്നു. ഞാൻ ക്ലിയറായിട്ട് എൻ്റെ അനുഭവം വെച്ചിട്ടാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. അപ്പം ഇതിൽ എല്ലാം അമോണിയ ബേസ്ഡാണ് വരുന്നത്. ഇപ്പം നമ്മൾ നാച്ചുറൽ ഡൈ ഇറക്കിയപ്പം ഞാനിപ്പോൾ റേറ്റ് 500 ആണ് വെച്ചേക്കണത്. ഞാൻ വിചാരിച്ചു അത് 400 ആക്കാം. ഓക്കെ, നോ പ്രോബ്ലം. പക്ഷേ നമ്മളൊരു കാര്യം ഓർക്കണം, ശരിയാണ്, ഗാർണിയറിൻ്റെ നമ്മുടെ പല ബ്രാൻഡ്സ് ഞാൻ പറയുന്നില്ല, അതൊക്കെ 40 റുപ്പീസിന് ചെറിയ സ്ലാഷ് നമുക്ക് കിട്ടും. പക്ഷേ അതിൽ ഫുൾ കെമിക്കലാണ്. നമ്മളിവിടെ എന്താ പറയുക, ഒരു കുറേ ബഞ്ച് ഓഫ് ഹെർബ് പ്ലാന്റ്സിൻ്റെ പൗഡേഴ്സ് ചേർത്തിട്ടാണ് ഇത് ഉണ്ടാക്കണേ. മനസ്സിലായില്ലേ? 1-2 ഇൻഗ്രീഡിയൻ്റ് അല്ല, കുറേ ഇൻഗ്രീഡിയൻസ്. ദാറ്റ് മീൻസ് നമ്മളൊരു ഹെയർ ഡൈ പോലെ അല്ല, മാത്രമല്ല ഇത് ആക്ട് ചെയ്യുന്നത് നമ്മുടെ മുടിയുടെ ഹെയറിന് സ്ട്രെങ്തൻ തരികയും ചെയ്യും.
ഇതൊരു ഹെയർ പാക്കായിട്ട് നമുക്ക് യൂസ് ചെയ്യാം. ഇപ്പോൾ ഹെയർ ഡേ ആയിട്ടല്ല ആൾക്കാർക്ക് യൂസ് ചെയ്യേണ്ടെങ്കിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. കാരണം ഇതൊരു നല്ലൊരു ഹെയർ പാക്കാണ്. ഇതിനകത്ത് മെയിനായിട്ട് നമ്മുടെ ഇത് വരുന്നുണ്ട്, ആംല പൗഡർ വരുന്നുണ്ട്, നമ്മുടെ എന്താ പറയുക കൈതോന്നി വരുന്നുണ്ട്, ഭൃംഗരാജ് വരുന്നുണ്ട്, കുറേ ഹിബിസ്കസ് പൗഡർ വരുന്നുണ്ട്, നീം പൗഡർ വരുന്നുണ്ട്, ഷിക്കാക്കായ് പൗഡർ വരുന്നുണ്ട്, നമ്മുടെ അങ്ങനെ ഓരോരോ പൗഡേഴ്സ്, ഒത്തിരി പൗഡേഴ്സ് ചേർത്തിട്ടാണ് ഞാൻ ഈ നമ്മുടെ ഫെനുഗ്രീക്ക് പൗഡർ വരുന്നുണ്ട്, പൗഡേഴ്സ് ചേർത്തിട്ടാണ് ഈ പാക്ക് ഉണ്ടാക്കിയിരിക്കുന്നത്. ആക്ച്വലി ഇതൊരു നല്ല ഹെയർ പാക്കാണ്. പിന്നെ ഇത് നമ്മുടെ ആ കെമിക്കൽ യൂസ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമുക്ക് തന്നെ അറിയാം നമ്മുടെ ഹെയറിനൊരു ശക്തി ഇല്ലാത്തതുപോലെ അല്ലേ, അതിൻ്റെ ടെക്സ്ചർ എല്ലാം പോയി ഒരു ആരോഗ്യമില്ലാത്ത ഒരു ഹെയർ പോലെ ആയിത്തീരും. അപ്പം അതുകൊണ്ടൊക്കെയാണ് കെമിക്കൽ അതിൽ അമോണിയ നമുക്കറിയാം നമ്മുടെ ഹെയറിൻ്റെ ഒരു ലെയർ എന്ന് പറയുന്നത് ക്യൂട്ടിക്കിളാണ്. ഓക്കെ, ഇപ്പം ഈ ക്യൂട്ടിക്കിളിലേക്ക് ഈ ഹെയർ ഡൈ പെനിട്രേറ്റ് ചെയ്ത് കയറുവാണ്. ഓക്കെ, അപ്പോഴത്തേക്കും അതുകൊണ്ടാണ് നമുക്ക് മെയിനായിട്ടും ഹൈഡ്രജൻ പെറോക്സൈഡ് ഒക്കെ ഉള്ളതുകൊണ്ടാണ് ഇറിറ്റേഷൻ വരുന്നത്. ഓക്കെ, അപ്പം നമ്മുടെ നാച്ചുറൽ ആയിട്ടുള്ള പതുക്കെ കെമിക്കൽ ഡൈ യൂസ് ചെയ്യുന്നവരുടെ മുടി ശ്രദ്ധിച്ചാൽ അറിയാം, പതുക്കെ അവരുടെ ഹെയറിൻ്റെ കളർ മാറി അതിൻ്റെ സ്ട്രെങ്ത് പോയി പൊട്ടി സ്പ്ലിറ്റൻസ് വന്നിട്ട് അതിൻ്റെ മുടി മുഴുവൻ ഇങ്ങനെ സ്കാൽപ്പിൽ നിന്ന് തന്നെ ബഞ്ചായിട്ട് പൊഴിയാൻ തുടങ്ങും. ഓക്കെ, അപ്പം അതുപോലെ പിന്നെ വേറൊരു കാര്യമായിട്ട് നമ്മൾ ഇപ്പോൾ സിവിയർ എനിക്കിടയ്ക്ക് ത്രോട്ട് ഇൻഫെക്ഷൻ വന്ന് ഞാനൊരു 4 വീക്സോടും ആൻറ്റിബയോട്ടിക്സ് കുറേ എടുത്തു കഴിയുമ്പോഴത്തേക്കും നമ്മുടെ ഹെയറിന് നല്ല ഫോൾ ഉണ്ടാവും. പക്ഷെ അത് കുറച്ച് കഴിഞ്ഞ് അത് തിരിച്ചു വരണമെങ്കിൽ നമ്മൾ മുടിക്ക് അത്രയും നല്ല കെയർ നമ്മൾ കൊടുത്താൽ മാത്രമേ കഴിയത്തുള്ളൂ. ഓക്കെ, അപ്പം നമ്മൾ ഇതിനകത്ത് ഈ കെമിക്കൽ ഡൈക്ക് യൂസ് ചെയ്യുന്നത് പെർമനൻറ്റ് ഹെയർ ഡൈസ് ആണ്. അപ്പോൾ ആ ഡൈ ആക്ച്വലി നമ്മുടെ സ്കിന്നിലേക്കും അത് വരും, നമ്മുടെ ചെവിയിലേക്ക് അത് ഇറങ്ങും. നമുക്ക് ഒരുമാതിരി എന്താ പറയുക ഫ്ലൂയിഡ് നമ്മുടെ ഇവിടുത്തെ ഇതിലേക്കൊക്കെ ഇറങ്ങി തലതീരിറങ്ങുന്നൊക്കെ പറയത്തില്ല. അതുകൊണ്ട് വെയിലും കൂടെ കൊണ്ടു കഴിയുമ്പോൾ ശരിക്കും ഭയങ്കര ഹാംഫുള്ളാണ്, നമ്മുടെ സ്കിന്നിനും ഹാംഫുള്ളാണ്, നമ്മുടെ ഹെയറിനും അത് ഹാംഫുള്ളാണ്. അപ്പം ഇതിനകത്തുള്ള PPD ആണ് ഈ ഡാർക്ക് കളർ കൊണ്ടുവരുന്നത്. ഈ PPD ആക്ച്വലി നമ്മുടെ സ്കിന്നിനും കേടാണ്, നമ്മുടെ ഐസിനും കേടാണ്, നമ്മുടെ സ്കാൽപ്പിനും കേടാണ്, നമ്മുടെ മുടിക്കും കേടാണ്. അതുപോലെ ഇതിനകത്ത് യൂസ് ചെയ്യുന്ന പ്രിസർവേറ്റീവ്സ് ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ നാച്ചുറൽ ഡൈക്കകത്ത് നമ്മൾ ഒരു പ്രിസർവേറ്റീവ് ചേർത്തിട്ടില്ല. ഞാൻ എല്ലാം റെഡി ആയിട്ട് ഇരിക്കുന്നത്, നിങ്ങൾ ഇതുപോലെ ചെയ്യണം. ഒരു പഴയ ടീഷർട്ടൊക്കെ എടുത്തിട്ടിട്ട് ഇരിക്കുക. ഇതിൽ വീഴാതിരിക്കാൻ ഞാൻ പിന്നെ വേറൊരു കോട്ട് ഇങ്ങനെ ഇടുന്നുണ്ട്. പാക്കൊക്കെ റെഡിയാക്കി ഞാനിവിടെ കൊണ്ടുവച്ചിരിക്കുക. ബ്രഷ് ഇവിടെ റെഡിയാണ്. നമ്മുടെ തലയിലിടുന്ന കവറിങ്ങും ഞാനിവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പം ഇതിനകത്ത് ഈ പ്രിസർവേറ്റീവായിട്ട് ചേർക്കുന്ന സാധനം എന്ന് പറയുന്നത് എത്തനോലൈമിൻ ആണ്, എത്തലോമൈൻ. അപ്പം ഇതിനകത്ത് അമോണിയ ചേർക്കുന്നുണ്ട് ഓൾട്ടർനേറ്റീവായിട്ട്. അത് നമ്മുടെ ഹെയറിന് ഭയങ്കരമായിട്ട് ഡാമേജ് കൊണ്ടുവരും. ഓക്കെ, ഇനി ഇത് ആക്ച്വലി PPD ചേർക്കുന്ന എന്തിനാണ് ഞാൻ പറഞ്ഞു, കളറ് എൻഹാൻസ് ചെയ്ത് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ്. അപ്പം ഇതിനകത്ത് സോഡിയം ലോറിയൽ സൾഫേറ്റ് എന്ന് പറഞ്ഞൊരു സാധനം ആഡ് ചെയ്തിട്ടുണ്ട്. അത് നമുക്ക് അലർജിക് റിയാക്ഷൻസ് കൊണ്ടുവരും, നമ്മുടെ റെസ്പിറേറ്ററി സിസ്റ്റത്തിനെ അത് അഫക്റ്റ് ചെയ്യും. ഓക്കെ, അപ്പം അത് നമ്മളിപ്പോൾ എത്ര വാഷ് ചെയ്ത് കളഞ്ഞാലും കെമിക്കൽ പോകത്തില്ല. കാര്യം ഇത് ഞാൻ പറഞ്ഞല്ലോ, ഹെയറിൻ്റെ ആ ലെയേഴ്സിൽ ഇതിങ്ങനെ പിടിച്ചിരിക്കും. അത്രയും എന്താ പറയുക, പോയിസൺ ആയിട്ടുള്ള കെമിക്കലാണ് അത് ചേർക്കണം, നിങ്ങൾ ഓർക്കണം. ഓക്കെ, അപ്പം നമ്മൾ എന്തുകൊണ്ട് നാച്ചുറൽ ഉപയോഗിക്കണം? നമ്മുടെ നാച്ചുറൽ ഇതിനകത്ത് ഞാൻ പറഞ്ഞല്ലോ ചേർത്ത സാധനങ്ങൾ ഹെന്ന, ഇൻഡിഗോ, ഹിബിസ്കസ്, നമ്മുടെ ചെമ്പരത്തിപ്പൊടി, നമ്മുടെ നീം പൗഡർ, നമ്മുടെ ഷിക്കാക്കായ് പൗഡർ, ഇതെല്ലാം കൂടി നമ്മൾ ചേർത്തിട്ടാണ് ഈ ഡൈ ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ ഇത് നമ്മുടെ ഹെയറിന് നല്ല നറിഷ്മെൻറ്റ് തരും. ഓക്കെ, ആ റിസ്ക്, ആ ഡ്രൈനെസ്സും ആ ഒരു ബ്രിട്ടിൽനെസ് പോലെ വരത്തില്ല, അതൊക്കെ കുറയ്ക്കും. നമ്മുടെ ഹെയറിനെ നല്ല സ്ട്രെങ്തനാക്കി വെക്കും. അതുപോലെ ഹെൽത്തിൻ്റെ അഫക്റ്റ് ചെയ്യണ എല്ലാ റിസ്കിൽ നിന്ന് നമ്മളെ രക്ഷിക്കും. അപ്പം ഇതിനകത്ത് ഞാൻ പറഞ്ഞു PPD, അമോണിയ ഉണ്ട്. ഇത് അലർജിക് റിയാക്ഷൻസ് കൊണ്ടുവരും. അപ്പം അത് ലോങ് ടേം നമുക്കറിയാം, ആദ്യമൊന്നും നമുക്ക് വലിയ പ്രശ്നം ഉണ്ടാവില്ല. പല പ്രശ്നങ്ങളും നമുക്ക് വരുമ്പം അതിൻ്റെ എല്ലാ ബാക്കിൽ മെയിൻ കാര്യം ഇതായിരിക്കും. നമ്മൾ ശ്രദ്ധിച്ചാൽ മതി. ഇതിപ്പോൾ ഞാൻ അങ്ങനെ അത് പെട്ടെന്ന് കണ്ടുപിടിച്ചുകൊണ്ടാണ് എനിക്ക് ആ അലർജിക് കണ്ടീഷൻസിൽ നിന്ന് എനിക്ക് പുറത്ത് വരാൻ കഴിഞ്ഞത്. ഓക്കെ,
ഇപ്പം ഇതിനകത്ത് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്ന ഹിബിസ്കസ്, നീമ, ഭൃംഗരാജ്, ഇതെല്ലാം നമ്മുടെ തലമുടിക്ക് നാച്ചുറലായിട്ടുള്ള കളർ, പ്രകൃതി തന്നെ നേച്ചറായിട്ട് നമുക്ക് തന്നേക്കുന്ന കാര്യമാണ്. അത് നമുക്ക് നമ്മുടെ ഹെയർ നല്ലോണം ഗ്രോ ചെയ്യാനും കളർ തരാനും സഹായിക്കും. അതുപോലെ തന്നെ ഹെയറിന് നല്ലൊരു ഷൈനിങ്, ഹിബിസ്കസ് ഒക്കെ നല്ല, ഞാൻ ഷാമ്പു ഇറക്കിയ നിങ്ങൾ കണ്ടല്ലോ, ചിലരൊക്കെ വാങ്ങിയിട്ടുണ്ട്. അത് ഹെയറിന് നല്ല ഷൈനിങ് കൊണ്ടുവരും, ഹെയറിന് നല്ല ഓളിയും കൊണ്ടുവരും. ഓക്കെ, അതുപോലെ ഞാൻ പറഞ്ഞു നമ്മുടെ ഇതിനകത്തുള്ള ടോക്സിക് ഇൻഗ്രീഡിയൻസ്, കെമിക്കൽ ഡൈക്കകത്ത് ഉള്ള ടോക്സിക് ഇൻഗ്രീഡിയൻസ് നമുക്ക് ഒരുപാട് സ്കിൻ ഡിസീസസ് കൊണ്ടുവരാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, അത് റാഷസ് പോലെയൊക്കെ ചിലർക്ക് വരും. ചിലർക്ക് ഇങ്ങനെ ഇറങ്ങിയിട്ട് കഴുത്തിൻ്റെ ബാക്ക് നോക്കിയാൽ മതി, ചിലരുടെ കെമിക്കൽ ഡൈ യൂസ് ചെയ്യുന്നവരുടെ താഴെയായിട്ട് ഇങ്ങനെ പാച്ചസ് വരും, അവിടെ ഒരു കറുത്ത ഒരു സംഭവം പോലെ വരും. അവിടെ അവർക്ക് എപ്പോഴും ഇങ്ങനെ ഇച്ചിങ് ഉണ്ടാവും, ഇറിറ്റേഷനായിട്ട് അവരിങ്ങനെ ചൊറിഞ്ഞോണ്ടേ ഇരിക്കും ബാക്കിൽ. അപ്പം ഇതിനകത്ത് നമ്മുടെ നാച്ചുറൽ ഡൈക്കകത്ത് എന്ന് പറഞ്ഞാൽ ട്രഡീഷണലായിട്ട് പണ്ട് തൊട്ടേ അമ്മൂമ്മമാർ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്, നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങളാണ്. ഇതെല്ലാം കൂടി കൂട്ടിച്ചേർത്ത് നമ്മളൊരു നാച്ചുറൽ ഡൈ ആയിട്ട് നമ്മൾ തലയിൽ തേക്കുമ്പം അതെന്താ, നമ്മുടെ ഹെയറിന് ഗ്രോത്തിന് സഹായിക്കും, നമ്മുടെ ഹെയറിന് നല്ല ഡാർക്ക്നെസ് തരും, അത് നാച്ചുറലാണ്. അതുപോലെ ഹെയർ ഫോൾ കുറയ്ക്കും, അതിനൊരു നാച്ചുറൽ കളർ നമുക്ക് തരികയും ചെയ്യും. നമ്മുടെ സ്കാൽപ്പിൻ്റെ ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്യാനും നമ്മളെ അത് സഹായിക്കും. ഓൾസോ ഇതിനകത്ത് നീം പൗഡർ ചേർത്തിട്ടുണ്ട്. നീം പൗഡർ നമ്മുടെ ഷാമ്പൂവിനകത്ത് നീം പൗഡർ ഉള്ളതാണ്. നീം പൗഡർ ആഡ് ചെയ്തിട്ടുള്ളത് കൊണ്ട് ഡാൻഡ്രഫിൽ നിന്നും നമ്മളെ സഹായിക്കും. ഓക്കെ, പിന്നെ മെയിനായിട്ടുള്ള കാര്യങ്ങൾ, ഈ സ്കാൽപ്പിൽ നമുക്കറിയാം ഹെയർ ഷാഫ്റ്റ് എന്ന് പറഞ്ഞൊരു പോർഷനുണ്ട്. നമ്മൾ മുടിയുടെ ഓരോ ഭാഗങ്ങളാണ് ഞാൻ പറയുന്നത്. ഹെയർ ഷാഫ്റ്റ് എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്, ഹെയർ ക്യൂട്ടിക്കിൾ ഉണ്ട്. ഹെയർ ക്യൂട്ടിക്കിൾ എന്ന് പറയുന്നത് നമ്മുടെ ഔട്ടർ മോസ്റ്റ് ലെയർ ഓഫ് ഈ ഓവർലാപ്പിംഗ് സെൽസ് ആണ് മുടിയുടെ, അതാണ് കോർട്ടെക്സ് എന്ന് പറഞ്ഞുകൊണ്ട്. ഈ കോർട്ടെക്സ് എന്ന് പറയുന്നത് തിക്ക് ഒരു മിഡിൽ ലെയർ ഓഫ് മുടിയാണ്. അതിനകത്തുള്ളതെന്ന് പറഞ്ഞാൽ കെരാറ്റിൻ ഫൈബേഴ്സ്, മെലാനിനാണ് ഉള്ളത്. പിന്നെ ഉള്ളത് മെഡുല്ല, അത് ഇന്നർമോസ്റ്റ് കോറാണ്. പിന്നെ വരുന്നത് ഹെയർ ഫോളിക്കിൾ, അതാണ് ആക്ച്വലി അതിൽ നിന്നാണ് മുടി ഇങ്ങനെ വളർന്നു വരുന്നത്. ഓക്കെ, ഇനി സെബേഷ്യസ് ഗ്ലാൻഡ് ഉണ്ട്. ആ സെബേഷ്യസ് ഗ്ലാൻഡിൽ നിന്നാണ് നാച്ചുറലായിട്ട് നമ്മുടെ ഹെഡിൽ നമുക്ക് ഓയിൽ ഉണ്ടാക്കുന്നത്, നാച്ചുറലായിട്ട് ബോഡി ഓയിൽ ഉണ്ടാക്കും, സെബം എന്ന് നമ്മൾ പറയും. അത് നമ്മുടെ ഹെയറിനെ മോയ്സ്ചറൈസ് ചെയ്ത് വെക്കാനായിട്ട് സഹായിക്കും. ഓക്കെ, ഇനി ഹെയർ പാപ്പില്ല, ഇതാണ് ഈ ഹെയർ പാപ്പിലയാണ് ബ്ലഡ് സർക്കുലേഷൻ നമ്മുടെ സ്കാൽപ്പിൽ കൊണ്ടുവരുന്നത്, സപ്ലൈസ് ബ്ലഡ് ടു ദ ഗ്രോയിങ് ഹെയർ. കേട്ടോ, ഇനി ഈ ക്യൂട്ടിക്കിൾ ഡാമേജ് എങ്ങനെ വരുന്നത് നോക്കാം. അതിനകത്ത് ഈ യൂസ് ചെയ്തിരിക്കുന്ന അമോണിയ, ഹൈഡ്രജൻ പെറോക്സൈഡ്, ബ്ലീച്ച്, ഇത് മൂന്നും നമ്മുടെ ക്യൂട്ടിക്കിളിനെ ഡാമേജ് ചെയ്യും. നിങ്ങൾ ശ്രദ്ധിച്ച് ഈ വീഡിയോ കേൾക്കണം. ഇത് കഴിഞ്ഞ് പിന്നെ നിങ്ങൾ ഈ പറഞ്ഞത് വെച്ചിട്ട് നിങ്ങൾ എൻ്റെ അടുത്ത് ഡൗട്ട് ചോദിക്കരുത്. അതുകൊണ്ടാണ് ആരും സ്കിപ്പ് ചെയ്യരുത്. ഈ വീഡിയോ ക്ലിയർ ആയിട്ട് നിങ്ങൾ A to Z ഫ്രം ദ ബിഗിനിങ് ടു ദ ലാസ്റ്റ് നിങ്ങൾ ശ്രദ്ധയോടെ കേൾക്കണം. എന്തുകൊണ്ട് നാച്ചുറൽ ഡൈക്ക് ഇത്ര ഇമ്പോർട്ടൻസ് തരുന്നു എന്ന് നിങ്ങൾ വിചാരിക്കും. ഓ മാഡം, ഇവിടെ 40 രൂപ കൊടുത്താൽ നല്ല ലോകത്തെ ഏറ്റവും വലിയ ഗാർണിയറിൻ്റെ സംഭവം കിട്ടുമല്ലോ, അതങ്ങോട്ട് തേച്ചാൽ വാഷ് ചെയ്ത് പോകും. യെസ്, 40 റുപ്പീസിന് നിങ്ങൾക്ക് നല്ലതായിട്ട് കളറൊക്കെ കിട്ടും. പക്ഷെ അതെങ്ങനെയാണ് കിട്ടുന്നത്? ഭാവിയിൽ നിങ്ങളുടെ കിഡ്നിക്കും ലിവറിനും പ്രശ്നം ഉണ്ടാവോ ഇല്ലയോ എന്നുള്ളത് നിങ്ങൾ ആലോചിക്കണം. വളരെ ശ്രദ്ധയോടെ വേണം ഈ വീഡിയോ കേൾക്കാൻ. ഓക്കെ, പിന്നെ അപ്പം ഈ ക്യൂട്ടിക്കിളിനെ ഓപ്പൺ ചെയ്തിട്ടാണ് ഈ കെമിക്കൽ അതിലേക്ക് പെനിട്രേറ്റ് ചെയ്യുന്നത്. ഓക്കെ, ഇനി ഈ അപ്പോഴത്തേക്ക് ക്യൂട്ടിക്കിളിന് സംഭവിക്കുന്ന എന്താണെന്ന് നോക്കണം. ക്യൂട്ടിക്കിളിന് എന്ത് സംഭവിക്കും? അത് റഫാവും, അത് ഡാമേജ് ആവും. അതിനകത്ത് സ്വാഭാവികമായിട്ട് മോയ്സ്ചറൈസിങ് കൊണ്ടുവരുന്ന സംഭവത്തെ അത് നശിപ്പിക്കുകയും, അതിനകത്ത് നമ്മൾ പറയത്തില്ല മുടി ഭയങ്കര ഫ്രഷ്നെസ് ആണെന്ന് പറയത്തില്ലേ, ആ ഫ്രഷ്നെസ് അങ്ങനെ വരും കേട്ടോ. ഇനി പിന്നെ അങ്ങനെ വരുമ്പോഴത്തേക്ക് ഫ്രഷ്നെസ് വന്നു കഴിഞ്ഞാൽ അടുത്ത എന്താണ് സംഭവിക്കുന്നത്? സ്പ്ലിറ്റൻസ് ആവും, മുടി ഇങ്ങനെ പൊട്ടിപ്പോവും. നമ്മളിങ്ങനെ എടുക്കുമ്പോൾ നമുക്കിങ്ങനെ മുടി ഇങ്ങനെ എടുത്തിട്ട് അറ്റത്തെ സ്ട്രാൻഡ് ഇങ്ങനെ എടുത്തിട്ട് നമ്മളിങ്ങനെ നോക്കിയാൽ മതി. ഞാൻ കാണിച്ചു തരാം. ഇതിൻ്റെ അറ്റം നിങ്ങളുടെ മുടിക്ക് തന്നെ നിങ്ങൾ നോക്കിയാൽ മതി. ഇതിൻ്റെ അറ്റം നോക്കുമ്പോഴത്തേക്കും ഇങ്ങനെ പൊട്ടി 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 പോകുന്ന ഒരവസ്ഥ വരും, സ്പ്ലിറ്റൻസ് വരും. മനസ്സിലായില്ലേ? ഇനി അപ്പം പിന്നെ ഇതിൻ്റെ നാച്ചുറൽ പ്രൊട്ടക്ഷൻ നഷ്ടപ്പെടുകയാണ്. എന്നിട്ട് ഹെയർ വൾണറബിൾ ആയി തീരും. എറ്റേണൽ പുതിയതായിട്ട് ആ
നമ്മൾ ആ ഹെയറിൻ്റെ പുറത്ത് ഫുൾ ഡാമേജ് ആവും. ഓക്കെ, ഇനി കോർട്ടെക്സിൻ്റെ ഡാമേജ് എങ്ങനെയാണ് സംഭവിക്കുന്നത്? ഇതിനകത്ത് യൂസ് ചെയ്തിരിക്കുന്നത് ഞാൻ പറഞ്ഞല്ലോ PPD, ഫിനൈൽ ലൈനൈൻ ഡയമൈൻ, പിന്നെ റിസോർസിനോൾ, ബ്ലീച്ച്. ഇതൊക്കെ ഒരു തരം ബ്ലീച്ചാണ് കൊണ്ടുവരുന്നത്. ഈ ബ്ലീച്ച് കാരണം നമ്മുടെ മെലാനിൻ, നമ്മുടെ ബോഡി പ്രൊഡ്യൂസ് ചെയ്യുന്ന മെലാനിനെ നശിപ്പിക്കും, നാച്ചുറൽ കളറിനെ ലൈറ്റൻ ചെയ്യിപ്പിക്കും. അതാണ് നമ്മൾ നേരത്തെ പറഞ്ഞത്, ഹെയറിൻ്റെ കളറ് പതുക്കെ കെമിക്കൽ ഡൈ യൂസ് ചെയ്യുന്നവരുടെ ലൈറ്റൻ ചെയ്ത് വരുമെന്ന്. ഓക്കെ, അപ്പം നമ്മുടെ ബോഡിയിൽ, നമ്മുടെ സ്കാൽപ്പിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന മെലാനിനെ അത് നശിപ്പിക്കും, ബ്രേക്ക് ഡൗൺ ചെയ്യും, എന്നിട്ട് കളറ് ലൈറ്റൻ ചെയ്യും. പിന്നെ എന്താണ്, അതിനകത്തുള്ള പ്രോട്ടീൻ ആയിട്ടുള്ള കെരാറ്റിൻ ഫോർമേഷൻ നശിപ്പിച്ചിട്ട് മുടിയുടെ സ്ട്രെങ്ത് കുറയും. ക്ലിയർ ആയിട്ട് കേട്ടോ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ? അതിൻ്റെ മുടിക്കൊരു എലാസ്റ്റിസിറ്റി ഉണ്ട്, ആ എലാസ്റ്റിസിറ്റി നഷ്ടപ്പെടും കേട്ടോ. അപ്പം ഇതെന്താണ്, അപ്പം കൂടുതൽ അത് കഴിഞ്ഞിട്ട് അടുത്ത നമ്മൾ പറഞ്ഞ മെഡുല്ല എന്നുള്ള പോർഷനാണ്. മെഡുല്ലയ്ക്ക് ഡാമേജ് ഉണ്ടാവും. ഇപ്പം ഇതിനകത്ത് യൂസ് ചെയ്യുന്ന ഞാൻ പറഞ്ഞ ഹാർഷ് കെമിക്കൽസ് ആണ്. ഹാർഷ് ബ്ലീച്ചസ് ആൻഡ് സ്ട്രോങ് ഡൈ വിൽ ബ്രേക്ക്, എന്താ പറയുക, ആ സെൽസിനെ ഡാമേജ് ചെയ്യും. അതിൻ്റെ മുടിയുടെ ആ സ്ട്രെങ്തൻ നഷ്ടപ്പെട്ട് അതിൻ്റെ ബോഡി ആയിട്ട് ക്രിയേറ്റ് ചെയ്യുന്ന ആ മോയ്സ്ചറൈസിങ് എഫക്റ്റ് പോയിട്ട് ഹെയർ ഡ്രൈ ആക്കും. അപ്പം പിന്നെ ഹെയർ ഫോളിക്കിൾ, ഞാൻ പറഞ്ഞ അടുത്ത ഒരു സെക്ഷനാണ് മുടിയുടെ പോർഷൻ, ഹെയർ ഫോളിക്കിൾ. ഈ ഹെയർ ഫോളിക്കിളിന് ഡാമേജ് വന്നു കഴിഞ്ഞാൽ പതുക്കെ മുടി അങ്ങോട്ട് പൊട്ടിപ്പോകും. ഓക്കെ, അപ്പം അതിനുശേഷം അത് ഇൻഫ്ലമേഷനും കൊണ്ടുവരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ ഒത്തിരി നാളായിട്ട് ഇത് കെമിക്കൽ ഡൈ യൂസ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും സംഭവിക്കുന്ന ഇതാണ്, മുടി പതുക്കെ സ്കാൽപ്പിൽ നിന്ന് തന്നെ ഇങ്ങനെ ബൾക്കായിട്ട് ഇങ്ങനെ പോയിട്ട് പൊട്ടിപ്പോകും. നമ്മൾ എന്താന്ന് പോലും നമ്മൾ അറിയത്തില്ല എന്താ കാര്യം എന്നുള്ളത്. അപ്പം മെയിനായിട്ട് പിന്നെ ഈ കെമിക്കൽ ഡാമേജ് നമ്മുടെ മുടിക്ക് വന്നു എന്ന് നമ്മൾ എങ്ങനെ അറിയും? അതിൻ്റെ സയൻസ് എന്ന് പറയുന്നത്, ഫസ്റ്റ് മുടി ഭയങ്കര ഫ്രിസിലായിരിക്കും, ഡ്രൈ ആയിരിക്കും, ബ്രേക്ക് ചെയ്യും, എക്സസീവ് ബ്രേക്കേജ്. എൻ്റെ മുടിയെല്ലാം ഇങ്ങനെ കോംബ് ചെയ്ത് കഴിയുമ്പോൾ പൊട്ടി പോകുന്നെന്ന് പറയത്തില്ലേ, അത് ആ സിറ്റുവേഷനാണ്. പിന്നെ ഹെയർ തിന്നിങ് ആവും, ഷെഡിങ് ആവും, കളർ ഫെയ്ഡ് ചെയ്യും, പിന്നെ അണീവൻ ടോൺസ് വരും, പിന്നെ സ്കാൽപ്പ് ഭയങ്കര എപ്പോഴും ഇങ്ങനെ ചൊറിഞ്ഞിരിക്കും, സ്കാൽപ്പ് ഭയങ്കര ഇറിറ്റേഷൻ ഉണ്ടാക്കും, പിന്നെ റെഡ്നെസ് വരും, ഡാൻഡ്രഫ് വരും. ഓക്കെ, അപ്പോൾ ഡാൻഡ്രഫിനെ നമ്മൾ ട്രീറ്റ്മെൻറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ആദ്യം നോക്കേണ്ടത് നമുക്ക് എന്തുകൊണ്ടാണ് ഈ ഡാൻഡ്രഫ് വന്നതെന്നുള്ളതാണ്. ഓക്കെ, അപ്പം അതെല്ലാം ക്ലിയർ ചെയ്യാൻ നമുക്ക് എന്താ പറയുക, നാച്ചുറലായിട്ടുള്ള കെയറിന് വേണ്ടിയിട്ടാണ് നമ്മൾ നമ്മുടെ നേച്ചറിൽ നിന്ന് തന്നെ എടുത്തിട്ടുള്ള നാച്ചുറൽ പ്രോഡക്ട്സ് കൊണ്ട് നമ്മൾ നാച്ചുറൽ ഡൈ യൂസ് ചെയ്യുന്നത്. നമുക്കിതിനകത്ത് ഇൻഫെക്ഷൻ വരത്തില്ല, ഇൻഫ്ലമേഷൻ വരത്തില്ല, എല്ലാം ആയുർവേദിക് പ്രോഡക്ട്സ് ആണ് നമ്മളിതിനകത്ത് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഹെന്ന നമുക്കറിയാം സ്ട്രെങ്തൻ തരും, നമ്മുടെ മുടിക്കൊരു റെഡിഷ് കളർ തരും. ഇൻഡിഗോ നമുക്കറിയാം ഒരു ഡാർക്ക് ഷെയ്ഡ് നമുക്ക് കൊണ്ടുവരും, ബ്രൗൺ ബ്ലാക്കിലേക്ക് നമുക്ക് വരും, കണ്ടിന്യൂസ് ആയിട്ട് യൂസ്. ഹിബിസ്കസ് നമുക്കൊരു റെഡിഷ് ടിൻറ്റ് കൊണ്ടുവരും, ഒരു കണ്ടീഷനിങ് ആണ്. അതുപോലെ ഹെയർ ഗ്രോത്ത് ബൂസ്റ്റ് ചെയ്യാനായിട്ട് സഹായിക്കും. അംല എന്ത് ചെയ്യും, നമ്മുടെ അംലയെക്കുറിച്ച് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. അംല എന്ത് ചെയ്യും, നല്ല മുടിക്ക് സ്കാൽപ്പിന് നല്ല തണുപ്പ് തരും, നല്ല ബ്ലഡ് സർക്കുലേഷൻ തരും, മെമ്മറി തരും, നാച്ചുറലായിട്ട് നമുക്ക് ഷൈനിങ് തരും. ഭൃംഗരാജ് നമ്മുടെ ഹെയർ ഗ്രോത്ത് ചെയ്യും. അതുപോലെ കൈതോന്നിയുടെ ഏറ്റവും വലിയൊരു ഗുണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ മുടി നരയ്ക്കുന്നതിന് നമ്മളെ സഹായിക്കും, പ്രീമെച്യൂർ ഗ്രെയിൻ തരും. പിന്നെ നീം എന്താണ് ചെയ്യുന്നത്, നമ്മുടെ സ്കാൽപ്പിൻ്റെ ഇച്ചിങ് മാറ്റും, ഡാൻഡ്രഫ് മാറ്റും, ഡാൻഡ്രഫ് ഫ്രീ ആയിട്ട് ഹെൽത്തി ആയിട്ടുള്ള ഹെയർ ആക്കി നമ്മളെ മാറ്റും. ഷിക്കാഗ എന്ത് ചെയ്യും, നാച്ചുറൽ ക്ലെൻസർ ആൻഡ് കണ്ടീഷണറാണ്. ഓക്കെ, അപ്പം ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ നാച്ചുറൽ ഡൈയിൽ വരുന്നത്. അതിൻ്റെ ഹാംഫുൾ എഫക്ട്സ് എന്താണെന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞു. പല അലർജി കഫും എന്തുകൊണ്ടാണ് വരുന്നത് നിങ്ങൾക്കിപ്പോൾ മനസ്സിലായി കാണും. ഓക്കെ, അപ്പം നമുക്ക് ഇനി ഇതിൻ്റെ കാര്യം ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഉണ്ടാക്കിയിരിക്കണതാ കുറച്ച് ഞാൻ അതിനെ ഡൈലൂട്ട് ചെയ്തു. നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ പാക്ക് കിട്ടുമ്പോൾ തന്നെ ഇതിനെ ഡൈലൂട്ട് ചെയ്യാം. ഞാൻ ഇതിനകത്ത് ഒരു മുട്ടയും കൂടെ ചേർത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഒരു മുട്ടയോ നിങ്ങളുടെ മുടിയുടെ ഹെൽത്ത് മീൻസ് നീളം അനുസരിച്ച് 2 മുട്ടയോ ഇതിനകത്ത് ചേർക്കാം. ഓക്കെ, ഇറ്റ് വിൽ ആഡ് എന്താ പറയുക മോർ നറിഷ്മെൻറ്റ് ടു യുവർ ഹെയർ. അപ്പോൾ കുറച്ചും കൂടെ ഹെൽത്തി ആയി, നല്ല ഇത് ചെയ്ത് കഴിയുമ്പോൾ നല്ല ഹെൽത്തി ആയിട്ട് ഹെയർ കിടക്കും. ഇപ്പം ഞാൻ ഷാമ്പു ചെയ്തിട്ടിരിക്കുന്ന ഹെയറാണ്, നിങ്ങൾ എൻ്റെ ഹെയർ കണ്ടല്ലോ. അപ്പോൾ എനിക്ക് ഇങ്ങോട്ടൊന്നും ബ്ലാക്ക് ഇല്ല, ഞാൻ ഈ വരുന്ന സ്ഥലങ്ങളാണ് എനിക്ക് ബ്ലാക്ക് ആയിട്ട് വരുന്നത്. ഓക്കെ, അപ്പോൾ ഇത് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ
ഞാൻ ഒരു കോമ്പ് എടുക്കട്ടെ. ഓക്കെ, ഇങ്ങനെ എടുക്കുക, കോമ്പ് ചെയ്യുക, ബ്രഷിൽ നമ്മൾ എടുത്തിട്ട് ഇങ്ങനെ തേക്കുക. ഇത്രയും ഇതുള്ള ബ്രഷിൽ തേച്ചാൽ അത്രയും നല്ലത് കേട്ടോ. നമ്മളിത് എന്നിട്ട് തേച്ചിട്ട് ഇപ്പം തന്നെ കണ്ടോ, അത് തേക്കുമ്പോൾ തന്നെ നല്ലൊരു തണുപ്പാണ്. ഓക്കെ, ഇങ്ങനെ വകുപ്പെടുക്കുക, തേച്ച് തുടങ്ങാം. നിങ്ങൾ എൻ്റെ മുന്നത്തെ സ്റ്റേജും കണ്ടു, ഇനി അടുത്ത സ്റ്റേജ് നിങ്ങൾ കാണാൻ പോവാം. ഞാനൊരു 2 to 3 hours വെച്ചിട്ട് നിങ്ങൾക്ക് അതിൻ്റെ റിസൾട്ട് ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പം നമ്മൾ കാശ് കുറവാണെന്ന് കണ്ടിട്ട് നമ്മൾ ഈ ഡ്യൂപ്ലിക്കേറ്റ് എന്താ പറയുക കെമിക്കൽ അമോണിയയും PPD ഒക്കെ ചേർന്നുള്ള കെമിക്കൽ ചെയ്താൽ നമ്മുടെ മുടി മാത്രമല്ല ഡാമേജ് ആവുന്നതെന്ന് മനസ്സിലായല്ലോ, നമ്മുടെ സ്കിന്നിനെയും കൂടെ അത് അഫക്റ്റ് ചെയ്യും കേട്ടോ. സ്കിന്നിൽ റാഷ് വരികയും നമ്മുടെ പിഗ്മെൻറ്റേഷൻ വരുന്നതിൻ്റെ ഒരു കാര്യം ഇതാണ്. എല്ലാ കാര്യവും അതാണെന്ന് ഞാൻ പറയത്തില്ല. കാര്യം എനിക്ക് പിഗ്മെൻറ്റേഷൻ വന്നത് സൺ ടാൻ അടിച്ചിട്ടും ഇത് ഇങ്ങനെ കെമിക്കൽ ഡൈ യൂസ് ചെയ്തിട്ട് നമ്മൾ വെയിൽ കൊള്ളുമ്പോഴത്തേക്കും ഈ കെമിക്കലും സൺലൈറ്റും കൂടെ ചേർന്നിട്ട് റിയാക്ട് ചെയ്തിട്ട് ആണ് ആക്ച്വലി പിഗ്മെൻറ്റേഷൻ വന്നേക്കണേ കേട്ടോ. ഓക്കെ, നമ്മളങ്ങനെ ഓരോ പാർട്ടീഷനായിട്ട് എടുത്തിട്ട് ഉണ്ടോ, പാർട്ടായിട്ട് എടുത്തിട്ട് നമ്മളിങ്ങനെ തേച്ച് അതിന് മുന്നേ ഞാൻ ഇതിടാൻ മറന്നുപോയി. ഇങ്ങനെ ഒരു സംഭവം ഉണ്ടെങ്കിൽ നമ്മുടെ ഡ്രസ്സിലൊന്നും ആവാതെ നമുക്ക് സൂക്ഷിക്കാം. ഓക്കെ, ഞാനതൊന്ന് എടുത്തോട്ടെ. മെനക്കേടുള്ള പണിയാണെന്ന് ചോദിച്ചാൽ ഇച്ചിരി മെനക്കേടാണ് കേട്ടോ. കേട്ടോ, ഇങ്ങനെ ഒരു സംഭവം ഇട്ടാൽ അത് ആക്ച്വലി നമ്മുടെ ഡ്രസ്സിൽ വീഴാതെ നമുക്കൊന്ന് നമ്മളെ ഹെൽപ്പ് ചെയ്യും, മനസ്സിലായില്ലേ? താഴോട്ടൊന്ന് വീഴാതെ സൂക്ഷിക്കാം. ഒരു ഗൗൺ പോലെ ഇങ്ങനെ ഇട്ടാൽ ചെയ്യാം. നമ്മളെന്തായാലും ഇട്ടിരിക്കുന്ന ഞാൻ ഇങ്ങനെ റഫ് യൂസിന് ഉപയോഗിക്കുന്ന ഒരു ടീഷർട്ടാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് പ്രോബ്ലം ഇല്ല. മാഡത്തിനേക്കാളും എൻ്റെ മുടി കുറേ വൈറ്റ് ആയിട്ടുണ്ട്. വരുന്ന മുടി മാത്രമേ ഉള്ളൂ, ബാക്കി മുടിയൊന്നും വൈറ്റ് ആയിട്ടില്ല. കാരണം നമ്മൾ കുറേ നാൾ ഗൾഫിലായിരുന്നു. ഗൾഫിലുള്ളവർക്കറിയാം, അവിടെ ഹാർഡ് വാട്ടറാണ്, പെട്ടെന്ന് മുടി നരയ്ക്കും. അവിടെ വെച്ച് ഒരുവിധം നല്ലതായിട്ട് ഞാൻ കെയർ ചെയ്ത് നല്ലതായിട്ട് ഇരുന്നതാണ് മുടി. പിന്നെ ഇവിടെ വന്ന് വീണ്ടും വെള്ളം മാറി ആകെ മൊത്തം പ്രശ്നമായി. പിന്നെ മുടി കെയർ ചെയ്യാതൊക്കെ ഇരുന്നപ്പോഴത്തേക്കും അതങ്ങോട്ട് പിന്നെ മാറി. എന്താ പറയുക, മുടിക്ക് ഓരോരോ പ്രശ്നങ്ങളുണ്ടായി. നമ്മൾ ഈ വെള്ളം മാറുമ്പോൾ ശരിക്കും ആക്ച്വലി മുടി ഭയങ്കര ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. പെട്ടെന്ന് മുടി പൊഴിച്ചിലുണ്ടാവും. അത് നമ്മുടെ ഹെയറിനെ ഒരുപാടത് അഫക്റ്റ് ചെയ്യും. ഓക്കെ, കണ്ടോ, ഇങ്ങനെ പാർട്ടീഷൻ ചെയ്യുക. പാർട്ടീഷൻ ചെയ്തിട്ട് നല്ലോണം ഇങ്ങനെ തേച്ച് കൊടുക്കുക. നല്ല തണുപ്പാണ് ഇത് ഇട്ടിട്ട്. ശരിക്കും പറഞ്ഞാൽ ഭയങ്കരമായിട്ട് നല്ല ഉറക്കം വരും. നമ്മുടെ തല അങ്ങോട്ട് നല്ല തണുക്കുക, മനസ്സിലായില്ലേ? ഈ ചൂട് സമയത്ത് ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെയുള്ളൊരു നാച്ചുറൽ ഡേ തേക്കുമ്പം മുടി നല്ലതായിട്ട് തണുക്കുകയും ചെയ്യും. തണുക്കുമ്പോൾ എന്നാ പറ്റിയെന്നറിയാവോ, മുടിയുടെ ബ്ലഡ് സർക്കുലേഷൻ നല്ലതായിട്ട് നടക്കും. ഈ ചൂടത്ത് നമുക്ക് നല്ലൊരു കൂളിംഗ് എഫക്റ്റ് കിട്ടുകയും ചെയ്യും, മനസ്സിലായോ? അപ്പോൾ ഇങ്ങനെ തേച്ച് പോവുക. കാണിച്ചു തരാം. ഞാനിത് ഓരോ കാര്യവും A to Z നിങ്ങളെ കാണിക്കുന്നത് വെച്ചാൽ നിങ്ങൾക്ക് ഇനി ഒരു ഡൗട്ട് ഉണ്ടാവരുത്, മനസ്സിലായില്ലേ? ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ ഞാനിപ്പോൾ ഇതൊക്കെ തേച്ചിട്ട് ഞാൻ ഇനി അടുത്ത ഉച്ചത്തേക്കുള്ള കുക്കിങ്ങിന് പോകും, മനസ്സിലായില്ലേ? അപ്പം അതവിടെ ഇരുന്നോളും, നമ്മളൊന്നും ചെയ്യണ്ട, നമ്മളൊന്നും അറിയണ്ട, അതവിടെ ഇരുന്നങ്ങ് പിടിച്ചോളും, മനസ്സിലായില്ലേ? 3 മണിക്കൂർ പോകണമെന്നും നമ്മൾ അറിയില്ല. നമ്മുടെ വീട്ടിലെ കുക്കിങ്ങിൻ്റെ തിരക്കിനിടയ്ക്ക് ഇതൊന്നും നമ്മൾ അറിയത്തില്ല. നമ്മൾ ആക്ച്വലി ഇത് തേച്ചിട്ട് നമ്മളടുത്ത് കുക്ക് ചെയ്യാൻ പോകുന്നു. കുക്കിംഗ് കഴിഞ്ഞു, വാഷിംഗ് കഴിഞ്ഞു, പാത്രം കഴുകലൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ വരുമ്പോഴത്തേക്ക് ഇത് ഉണങ്ങിയിരിക്കും, മനസ്സിലായില്ലേ? സമയം 3 മണിക്കൂർ അങ്ങോട്ട് പെട്ടെന്ന് പോകും. നമ്മൾ ഒറ്റയ്ക്കൊക്കെ തേക്കുമ്പം ബാക്കിലിങ്ങനെ പിടിച്ച് തേക്കുക. വേറെ ആരെങ്കിലുമൊക്കെ നമ്മുടെ വീട്ടിലുണ്ടെങ്കിൽ അവരുടെ ഹെൽപ്പ് നമുക്ക് എടുക്കാം കേട്ടോ.
ഞാൻ സാധാരണ ഇങ്ങനെ ഗ്ലൗസ് ഒന്നും ഇടാറില്ല കേട്ടോ. ഗ്ലൗസ് ഇട്ട് എനിക്ക് ചെയ്യാൻ അത്രയ്ക്ക് അങ്ങോട്ട് എക്സ്പീരിയൻസ്ഡ് ഒന്നുമല്ല. തേച്ച് പിടിപ്പിക്കുക. ഇനി ഈ ഭാഗത്ത് നമുക്കിത് എവിടെ വേണമെങ്കിലും, ഇപ്പം ഇത് എന്നെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന പുരുഷന്മാരുണ്ടെങ്കിൽ അവരോട് ഞാൻ പറയുവാണ്, നിങ്ങൾക്കും ഇത് തേക്കാം. ഇത് നാച്ചുറലാണ്. നിങ്ങളുടെ മീശയിലും നിങ്ങളുടെ താടിയിലും ഒക്കെ തേക്കാം. ഞാനിത് ആക്ച്വലി കണ്ടല്ലോ, ഇത് ആക്ച്വലി ഒരു പാക്കായിട്ടാണ് ഞാൻ തന്നേക്കണേ. ഇറ്റ്സ് നോട്ട് ഇൻ ദ ഡ്രൈഡ് ഫോം. ഇതൊരു പേസ്റ്റ് രൂപത്തിലാണ് വന്നേക്കണേ. അപ്പം അത് നിങ്ങൾക്ക് ഡയറക്റ്റായിട്ട് നിങ്ങൾക്ക് രാവിലെ ജോലിക്ക് പോകും, രാവിലെ എഴുന്നേൽക്കുമ്പോൾ തേച്ചിട്ട് ഓഫീസിൽ പോകുന്ന സമയമാകുമ്പം ഇത് എന്താ പറയുക, കഴുകി കളഞ്ഞാൽ മതി. ചുമ്മാ സാധാരണ നോർമൽ വാട്ടർ കൊണ്ട് ഇത് നമ്മൾ വാഷ് ചെയ്ത് കളയുക. ഷാമ്പു യൂസ് ചെയ്യരുത് പ്ലീസ്. പിന്നെ നമ്മൾ ഈ നാച്ചുറൽ ഡേ തേച്ചതൊക്കെ വെറുതെയാവും, മനസ്സിലായില്ലേ? നമ്മൾ കെമിക്കൽ ഇല്ലാതെ നമ്മൾ എങ്ങനെ നമ്മുടെ ഹെയറിനെ പ്രൊട്ടക്റ്റ് ചെയ്യാം എന്നാണ് നമ്മൾ നോക്കണേ, അല്ലേ? കണ്ടോ, നമ്മൾ നോക്കണേ അല്ലേ? എന്നിട്ട് ഞാൻ ആക്ച്വലി മുടിയുടെ താഴോട്ടൊന്നും തേക്കാറില്ല, അവിടെയൊന്നും കറുപ്പില്ല. എനിക്ക് വരുന്ന മുടിയാണ് വൈറ്റായിട്ട് വന്നേക്കണേ, മനസ്സിലായില്ലേ? അതും എല്ലാവരും പറയണതെന്ന് വെച്ചാൽ ഇത്രയും ആ ഒരു ഭാഗം വൈറ്റ് ആവാൻ കാരണം നമ്മൾ കെമിക്കൽ ഡൈ യൂസ് ചെയ്തുകൊണ്ടിരുന്നതാണ്. പിന്നെ ഒരു ഡൗട്ട് നിങ്ങൾക്ക് വന്നേക്കാം, മാഡം ഞാൻ കെമിക്കൽ ഡൈ യൂസ് ചെയ്തുകൊണ്ടിരിക്കുവാണ്, അപ്പോൾ പെട്ടെന്ന് എനിക്കിതിനൊരു റിസൾട്ട് വരുമോ എന്നുള്ളത്. മനസ്സിലായില്ലേ? അപ്പം ഞാൻ പറയാം, ഞാൻ പറഞ്ഞല്ലോ ഞാൻ കെമിക്കൽ ഡേ യൂസ് ചെയ്തുകൊണ്ടിരുന്ന ഒരാളാണെന്ന്. ഈ കെമിക്കൽ ഡേ യൂസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും കുറച്ച് സമയമെടുക്കും നമ്മുടെ ഈ മുടിയിലേക്ക് പിടിക്കാനായിട്ട്. നമ്മളിത് 2-3 പ്രാവശ്യമൊക്കെ നമ്മൾ ചെയ്യുമ്പോഴാണ് എന്താ പറയുക, ഈ മുടിക്ക് ആ കറുപ്പ് കിട്ടുന്നത് കേട്ടോ. അപ്പം ആദ്യം ഒരു പ്രാവശ്യം ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ കെമിക്കൽ ഡേ യൂസ് ചെയ്യുന്നവരുടെ കാര്യമാണ്, മറ്റുള്ളവരുടെ കാര്യമല്ല. ആദ്യം നമ്മൾ പറഞ്ഞു ഇതിൻ്റെ പ്രൊസീജിയർ എങ്ങനെയാണ്. നമ്മുടെ തലമുടിയിൽ എണ്ണ തേച്ചിടുക. ഞാനിപ്പോൾ പറഞ്ഞല്ലോ, കഴിഞ്ഞ 3 ദിവസം ഞാൻ എണ്ണ ഇട്ടിരുന്നു. കഴിഞ്ഞ 3 ദിവസം ഞാൻ എണ്ണ ഇട്ടിരുന്നു. എന്നിട്ട് ഞാനത് മൈൽഡ് ഷാമ്പു, ഇന്ദു ഹെർബൽ ഷാമ്പു ഉപയോഗിച്ച് ഞാൻ നല്ലോണം വാഷ് ചെയ്ത് കളഞ്ഞു. ഓക്കെ, നല്ലോണം വാഷ് ചെയ്ത് കളഞ്ഞു. ആ ഹെയറിലോട്ടാണ് നമ്മൾ ഈ നാച്ചുറൽ ഡൈ പാക്ക് നമ്മൾ തേക്കേണ്ടത്. കണ്ടോ, നല്ല കൂളിംഗ് എഫക്റ്റാണ്. ഞാൻ പറയാമല്ലോ, കഴിഞ്ഞ 1.5 വർഷമായിട്ട് ഈ സെയിം പ്രൊസീജിയറാണ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എനിക്ക് എന്താ പറയുക, മുടിക്ക് നേരത്തെ സിറ്റുവേഷനിൽ നിന്ന് നല്ല ബെറ്റർ ആയിട്ടുണ്ട്. നിങ്ങൾ മാഡത്തിൻ്റെ മുടിയായിട്ട് എന്നെ കമ്പയർ ചെയ്തതിൽ, ബിക്കോസ് ഷി ഹസ് ഗോട്ട് എ തിക്ക് ഹെയർ, നല്ല കേളി തിക്ക് ഹെയർ ആണ് നമ്മുടെ മാഡത്തിനുള്ളത്. അത് എന്താ പറയുക, ആ ഏജിലും ആ ഹെയർ അങ്ങനെ ഇരിക്കണേ. എന്താ പറയുക, മാഡത്തിൻ്റെ ആ ഹെയറിൻ്റെ കെയർ കൊണ്ടാണ്. മാഡം എത്രത്തോളം കെയർ ചെയ്യണു എന്നനുസരിച്ചിട്ടാണ്. പിന്നെ ഇൻഡൂസ് ഹെർബൽ ഓയിലിൻ്റെ യൂസ് ചെയ്തുകൊണ്ട് കൂടിയാണ് കേട്ടോ. നല്ല ഡാർക്കായിട്ട് മാഡത്തിൻ്റെ ഹെയർ കണ്ടല്ലേ, നല്ല ഡാർക്കായിട്ട് നല്ല തിക്കായിട്ട് ഇരിക്കുവാണ്. മാഡം അത്രയും കെയർ ചെയ്യുന്നതുകൊണ്ടാണ്. ഓക്കെ, നമ്മൾ ഹിന്ദുസ് ഹെർബൽ ഓയിൽ ഇട്ട് നമ്മളൊരു 15 to 20 മിനിറ്റ്സ് നമ്മൾ മസാജ് ചെയ്യുക. ഞാൻ പറഞ്ഞല്ലോ, ഞാനിതൊന്നും ചെയ്യാനാണ് ഞാൻ സാധാരണ ചെയ്യണേ. അപ്പോൾ അത്ര എക്സ്പീരിയൻസ് ഇല്ലാതെ അങ്ങോട്ട് താഴെ വീണുകൊണ്ടിരിക്കും. അപ്പോൾ ഇത് ഓൾമോസ്റ്റ് എല്ലായിടത്തും നല്ലതായിട്ട് തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഇത് നമുക്ക് എന്താ പറയുക, ധൈര്യമായിട്ട് തേക്കാം. കൂട്ടുകാരെ, നിങ്ങൾ ഭാരപ്പെടേണ്ട കാര്യമില്ല, നിങ്ങൾക്ക് ഒരു പ്രശ്നം ഉണ്ടാവില്ല. നിങ്ങൾക്ക് സത്യം പറഞ്ഞാൽ ഉറക്കം ഇല്ലാത്തവർക്കാണെങ്കിൽ നല്ല ഉറക്കം കിട്ടും. പിന്നെ ഒരു അലർജി, സ്കിന്നിന് ഒരു അലർജിയും വരത്തില്ല കേട്ടോ. ഓക്കെ, ഞാനത് അങ്ങോട്ട് മാറ്റാം. കണ്ടല്ലോ, മാക്സിമം എല്ലായിടത്തും എത്തിയെന്ന് തോന്നുന്നു. ഞാൻ കണ്ണാടി വെച്ചൊന്ന് നോക്കട്ടെ. നല്ലതായിട്ട് എത്തിയെന്ന് തോന്നുന്നു.
ഓക്കെ, കാണാത്ത ഏതെങ്കിലും സ്ഥലത്തുണ്ടെങ്കിൽ കണ്ടുപാടുമല്ലോ. മാക്സിമം എല്ലായിടത്തും തേച്ചിട്ടുണ്ട്. കളർ ഇപ്പം തന്നെ ചേഞ്ച് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. നിങ്ങൾ കണ്ടല്ലോ അല്ലേ, കാണുന്നുണ്ടല്ലോ. നിങ്ങൾ ലൈവായിട്ട് ഞാൻ കാണിച്ചു തരുക. ഓക്കെ, ബാക്കി ഉള്ളതൊക്കെ നമ്മളൊന്ന് തുടച്ച് കൊടുക്കുക. ഇത് കഴിഞ്ഞ് നമ്മുടെ പാക്ക് ഇട്ട് കഴിഞ്ഞു. ഇനി നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, ഇത് കണ്ടോ, ഇത് ഞാൻ എടുത്ത പോർഷൻ ഇനി ഒരു പ്രാവശ്യം കൂടെ തേക്കാൻ അതിനകത്ത് ഉണ്ടാവും. ഓക്കെ, നമ്മുടെ പാക്ക് നിങ്ങൾ കിട്ടുമ്പം നിങ്ങൾ നേരെ അത് ഇട്ട് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ ആ പാക്കറ്റ് നിങ്ങൾക്ക് തരുന്ന ആ ജാറിൽ തന്നെ നിങ്ങൾ എടുത്തിട്ട് അത് അപ്പം തന്നെ ഫ്രിഡ്ജിലോട്ട് എടുത്ത് വെക്കാൻ ശ്രമിക്കുക. ഓക്കെ, ഇനി നമ്മളിതിനെ കവർ ചെയ്താൻ പോവാം. ഓക്കെ, കവർ ചെയ്ത് ഇതുപോലത്തെ ഒരു ഗ്ലൗസ് വെച്ച് കണ്ടോ, കവർ ചെയ്ത് വെച്ച് കണ്ടോ. ഇതൊക്കെ നമുക്ക് ടിഷ്യൂ കൊണ്ട് തുടയ്ക്കുക. ഓക്കെ, എന്നിട്ട് നമ്മുടെ കയ്യിലൊന്നും ആയിട്ടില്ല. കയ്യിലാണെങ്കിലും ഞാൻ സാധാരണ ഗ്ലൗസ് ഇടാനാണ് തേക്കുന്നത്. ഗ്ലൗസ് ഇടാതെ നമ്മൾ തേച്ചാലും നമ്മുടെ കയ്യിൽ 2 ദിവസം നമ്മൾ സോപ്പിട്ട് കഴിയുമ്പോൾ തന്നെ അങ്ങ് പോവും. കാര്യം ഇതിനകത്ത് ഇലപ്പൊടിയാണല്ലോ, മറ്റതൊന്നും അല്ലല്ലോ. ഓക്കെ, അപ്പം എൻ്റെ കയ്യിലൊന്നും ആയിട്ടില്ല. നമ്മളിത് ആ ഗ്ലൗസ് ഊരുവാണ്. ഇത് കഴിഞ്ഞ് നമ്മൾ ഗ്ലൗസ് ഊരി പിന്നെ ചിലർ എന്നോട് ഗൾഫിൽ നിന്ന് പലരും ചോദിച്ചിരുന്നു. കാരണം ഗൾഫിലുള്ളവർക്കറിയാം, ഞാൻ ഗൾഫിലായിരുന്നു 10-12 വർഷം. അതുകൊണ്ട് എനിക്കറിയാം അവിടുത്തെ സിറ്റുവേഷൻ എങ്ങനെയാണെന്നുള്ളത്. അവിടുത്തെ വാട്ടർ ഒരു പ്രശ്നമാണ്. നമ്മൾ എന്താ പറയുക, അവിടെ മുടി പൊഴിച്ചിൽ ഭയങ്കര പ്രശ്നമാണ്. ഡാൻഡ്രഫ് ഭയങ്കരമായിട്ട് സംഭവിക്കും, ഭയങ്കരമായിട്ട് ഡാൻഡ്രഫ് വരും അവിടുത്തെ വെള്ളം കാരണം. അപ്പം നമ്മൾ എപ്പോഴും നല്ല ഹെയർ കെയർ കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ മുടി മുഴുവൻ നശിച്ചു പോവും, മുഴുവൻ സ്പ്ലിറ്റൻസ് വരും, മുടി ഇങ്ങനെ പൊട്ടിപ്പോവും, ഹെയറിൻ്റെ എല്ലാ ഇതും പോവും. അവിടുത്തെ ചൂട് അറിയാമല്ലോ, എക്സ്ട്രീം ക്ലൈമറ്റ്സ് ആണ്. എ സിക്കകത്താണ് ഇരിക്കുന്നത്. നമുക്കൊരു എന്താ പറയുക, ഒരു നമ്മുടെ ഇവിടുത്തെ ക്ലൈമറ്റ് പോലെയല്ല. അതുകൊണ്ട് തന്നെ അവിടെ മുടി കെയർ ചെയ്യാൻ ഇച്ചിരി പാടാണ്. അപ്പം അവിടെയുള്ള പലരും എന്നോട് നാച്ചുറൽ ഡേ വേണമെന്ന് പറഞ്ഞിട്ട് എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ ഇറക്കുന്നത് കണ്ടല്ലോ നിങ്ങൾ, ഇപ്പോൾ ഒരു പേസ്റ്റ് രൂപത്തിലാണ്. അപ്പോൾ ഇങ്ങനെ ആയിരിക്കും നിങ്ങൾക്ക് കിട്ടുന്നത്. കാര്യം റെഡി ടു യൂസ് ഒരു പ്രൊസീജിയറാണ് ഞാൻ യൂസ് ചെയ്തിരിക്കുന്നത്, പൊടിയല്ല. ഓക്കെ, അപ്പം നിങ്ങൾക്ക് ഇത് ഈ പാക്കിൽ ഇപ്പോൾ ഇവിടെ നിന്ന് പോകുന്നവരെ കൊണ്ടുപോവുക. നിങ്ങൾക്ക് ഇത് കിട്ടിക്കഴിഞ്ഞാൽ ഫസ്റ്റ് തിങ് നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അതുപോലെ തന്നെ ഫ്രിഡ്ജിൽ വെക്കുക. യൂസ് ചെയ്യുന്ന സമയത്ത് ആവശ്യത്തിന് എടുക്കുക, ഇതുപോലെ തേച്ച് കഴിഞ്ഞ് തിരിച്ച് അടച്ച് നിങ്ങൾ വെക്കുക. നിങ്ങൾക്ക് എനിക്കൊന്ന് ഒരു 3 to 4 ടൈംസ് ഇത് യൂസ് ചെയ്യാൻ പറ്റും. റേറ്റിൻ്റെ കാര്യം ഞാൻ കുറച്ചുകൂടെ ഒന്ന് ആലോചിക്കാമെന്ന് ഞാൻ വിചാരിച്ചു. മേ ബി ഞാനൊരു 100 rupees റെഡ്യൂസ് ചെയ്യാമെന്ന് ഞാൻ വിചാരിക്കണം. പലരും ചോദിച്ചു റേറ്റ് ഇച്ചിരി കൂടുതലാണ്. പക്ഷെ നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്കി, ഇത്രയും സാധനങ്ങൾ ചേർത്തിട്ടൊരു സാധനം ഉണ്ടാക്കാൻ പറ്റും. ചുമ്മാ ഒരു പൊടിയല്ലല്ലോ ഞാൻ നിങ്ങൾക്ക് എടുത്ത് തരുന്നത്. ഓക്കെ, നിങ്ങളുടെ ഹെയർ മുടി വളരാനും മുടി സ്ട്രെങ്തൻ ചെയ്യാനും നറിഷ് ചെയ്യാനും നല്ലൊരു ഹെയർ പാക്കും കൂടിയാണ് ഇത്, നാച്ചുറൽ ഡൈക്ക് അപ്പുറത്തായിട്ട്. ഓക്കെ, അപ്പോൾ ഇനി നമുക്കൊരു കണ്ടല്ലോ, ഞാൻ കാണിച്ചു തരാം. എൻ്റെ ബാക്ക് നിങ്ങൾ കണ്ടല്ലോ, ബാക്ക് സൈഡ് നമ്മളിങ്ങനെ ഇത് വെച്ച് നമ്മൾ കവർ ചെയ്തിരിക്കുവാണ്. ഓക്കെ, ഞാനിപ്പോൾ ഇപ്പം മണി 12 മണിയായി. 1, 2, 3 ഒരു 1, 2, 3 ഓക്കെ, ഒരു 3 മണിയാകുമ്പോഴത്തേക്ക് ഞാനത് കഴുകിയിട്ട് ഉടക്കി അതിൻ്റെ റിസൾട്ട് നിങ്ങൾക്ക് കാണിക്കാം. ഓക്കെ, സോ വെയിറ്റ് ടിൽ 3 o'clock. അപ്പോൾ കൂട്ടുകാരെ കണ്ടോ, എൻ്റെ മുടി കുളിയൊക്കെ കഴിഞ്ഞു, ഫ്രഷായിട്ട് ഞാൻ വന്നേക്കുക. എൻ്റെ മുടി ഇരിക്കുന്നത് കണ്ടോ? ഓക്കെ, നിങ്ങൾ തന്നെ നോക്കിക്കേ, നല്ലോണം പിടിച്ചിട്ടുണ്ട് കണ്ടോ, നല്ല ബ്ലാക്ക് ആയിട്ടുണ്ട് കണ്ടോ. ഉണങ്ങിയിട്ടില്ല, ഇപ്പം അങ്ങോട്ട് കുളി കഴിഞ്ഞതേ ഉള്ളൂ. അപ്പോൾ നല്ലോണം ഡ്രൈ ആയിട്ടാണ് കുറച്ചുകൂടെ കാണാൻ പറ്റണത്. കണ്ടല്ലോ, ഇതാ ഞാൻ പാർട്ടീഷൻ ചെയ്ത് ഞാൻ കാണിച്ചു. ഓക്കെ ഓക്കെ,
നല്ലോണം പിടിച്ചിട്ടുണ്ട് കണ്ടോ. ഓക്കെ, അപ്പോൾ അങ്ങനെ നമ്മുടെ കെമിക്കൽ ഡൈയിൽ നിന്ന് നമുക്കൊരു മോചനം ലഭിച്ചിരിക്കുകയാണ് ത്രൂ ഇന്ദൂസ് ഹെർബൽ ഹെയർ ഡൈ. ഓക്കെ, അപ്പോൾ ഇതൊരു ഹെയർ ഡൈ ആണെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല, കാരണം ഇതൊരു നല്ല ഹെയർ പാക്കിംഗ് കൂടിയാണ്. നമ്മളിതിനകത്ത് മെയിനായിട്ട് ഞാൻ പറഞ്ഞല്ലോ ചേർത്തിരിക്കുന്ന ഒരുപാട് ഇൻഗ്രീഡിയൻസ്. നമ്മുടെ ചെമ്പരത്തിപ്പൊടിയുണ്ട്, നമ്മുടെ നീം പൗഡറുണ്ട്, ശിക്കാകായ് പൗഡറുണ്ട്, ഭൃംഗരാജ് പൗഡറുണ്ട്, ഇൻഡിഗോ പൗഡറുണ്ട്, നമ്മുടെ റോസ്മേരി പൗഡറുണ്ട്, അത് ഞാൻ നേരത്തെ പറഞ്ഞില്ലായിരുന്നു, ഞാൻ ഓർത്തില്ല. അമല പൗഡറുണ്ട്. അപ്പോൾ ഇതെല്ലാം ഹെർബൽ നമ്മൾ പ്ലാന്റ്സിൻ്റെ പൗഡേഴ്സ് നമ്മൾ കറക്റ്റ് ഫോമാറ്റിൽ അത് ചേർക്കുമ്പോഴാണ് നമുക്ക് ഈ ബ്ലാക്ക് കളർ കിട്ടുന്നത്. അപ്പം നമ്മൾ കെമിക്കൽ ഡൈ അടിച്ചാൽ നമുക്ക് എന്താ പറയുക, ഇതിനേക്കാൾ കുറച്ചും കൂടെ ഒരു ഡാർക്ക് ഷെയ്ഡ് കിട്ടും. പക്ഷെ അത് ഞാൻ പറഞ്ഞല്ലോ നമ്മുടെ അമോണിയ PPD ഒക്കെ ആഡ് ചെയ്യുന്നത് കൊണ്ടാണ്. അപ്പം നമുക്ക് നാച്ചുറൽ തിങ്സിൽ നിന്ന് നമുക്ക് ഇങ്ങനെ ഒരു കളർ നമുക്ക് എടുക്കാൻ പറ്റുവാണെങ്കിൽ വൈ നോട്ട് ടു എന്താ പറയുക നാച്ചുറൽ ഡൈയിലേക്ക് നമുക്ക് തിരിഞ്ഞൂടാം. നമ്മുടെ മുടി നല്ലതായിട്ട് വളരുകയും ചെയ്യും. ഹെയറിന് കണ്ട നല്ലൊരു സ്ട്രെങ്ത്ത് വന്നില്ല, മുടി ഉണങ്ങിയിട്ടില്ല. അതുകൊണ്ട് എനിക്ക് മുടി ഉണങ്ങിയിട്ടില്ല, ഇപ്പം അങ്ങോട്ട് കുളി കഴിഞ്ഞതേ ഉള്ളൂ. ഓക്കെ, ഇതാണ് ആ ഒരു ഫൈനൽ സ്റ്റേജ്. നിങ്ങൾ തന്നെ കണ്ടിട്ട് പറയും എങ്ങനെയുണ്ടെന്ന്. ഓക്കെ, ഉണങ്ങി കഴിയുമ്പോൾ നല്ല ഫ്ലഫി ആവും. ഇപ്പോൾ അത് കുളി കഴിഞ്ഞതുകൊണ്ടാണ് ഇങ്ങനെ ഇരിക്കുന്നത്. ഉണ്ടോ, നല്ല ബ്ലാക്ക് ആയില്ലേ, മുടിക്ക് നല്ലൊരു ഷൈനിങ് ഉണ്ട്. മുടി നല്ല ഇപ്പം ഉണങ്ങിയ നനഞ്ഞ മുടി നമ്മൾ ചീവാൻ പാടില്ല, അതുകൊണ്ടാണ് ഞാൻ ചീവി കാണിക്കാത്തത്, അതുകൊണ്ടാണ് ഇങ്ങനെ ഇരിക്കുന്നത്. ഇതിനെ ഉണങ്ങി കഴിഞ്ഞിട്ടാണ് നമ്മൾ നല്ലതായിട്ട് കോമ്പ് ചെയ്യുന്നത്. എല്ലായിടത്തും നല്ലോണം പിടിച്ചിട്ടുണ്ട്. ഞാൻ ആക്ച്വലി 3:30 വരെ 3:45 വരെ ഞാൻ വെച്ചു. എന്നിട്ടാണ് ഞാനിപ്പോൾ വാഷ് ചെയ്തിട്ടാണ് നിങ്ങളുടെ അടുത്ത് ഈ വീഡിയോ കാണിക്കണേ. അപ്പം നമുക്ക് നല്ലൊരു കോൺഫിഡൻസ് നാച്ചുറൽ ഡൈയിലൂടെ നമുക്ക് ലഭിക്കുകയാണ്. പിന്നെ നമ്മൾ എന്തിനാണ് ഈ കെമിക്കൽ ഡൈയുടെ പുറകെ പോണേ അല്ലേ? അപ്പം നേച്ചറിനെ സ്നേഹിച്ച് എന്താ പറയുക, നേച്ചറിനോട് ചേർന്ന് ജീവിച്ച് നമുക്ക് ദൈവം ഈ നേച്ചറിൽ തന്നിരിക്കുന്ന കാര്യങ്ങൾ കൊണ്ട് നമുക്ക് സുഖമായിട്ട് ജീവിക്കാൻ പറ്റും എന്ന് ഈ നാച്ചുറൽ ഡൈ കൊണ്ട് തെളിയിച്ചിരിക്കുവാണ്. അപ്പം ഗോ ആൻഡ് ഓർഡർ നാച്ചുറൽ ഹിന്ദൂസ് ഹെർബൽ നാച്ചുറൽ ഡൈ. എനിക്ക് കുറേ മെസ്സേജസ് ഇതിനോടകം വന്നു കഴിഞ്ഞു. അപ്പം ഞാൻ ഫസ്റ്റ് ഒരു 10 എണ്ണം ആകുമ്പോഴാണ് ഞാൻ ഉണ്ടാക്കണേ. മേ ബി നാളെ ഞാൻ ഉണ്ടാക്കുന്നു വരും. നിങ്ങൾ പറയുമ്പോൾ ഉടനെ എനിക്ക് എടുത്ത് തരാൻ പറ്റത്തില്ല, കാര്യം അതിനൊരു പ്രൊസീജിയറുണ്ട്. അതുണ്ടാക്കി അത് ഞാൻ പറയുന്നില്ല, ഒരു പ്രൊസീജിയറുണ്ട്. ആ പ്രൊസീജിയർ അത്രയും സമയം ഇരുന്നാൽ മാത്രമാണ് നമുക്ക് ആ ഒരു ബ്ലാക്ക് ഷെയ്ഡ് കിട്ടുന്നത്. അതുകൊണ്ട് നിങ്ങൾ എത്ര പേര് ഓർഡർ തന്നിട്ടുണ്ടെന്ന് ഞാൻ നോക്കിയിട്ട് അത്രയും പേർക്ക് നാളെ ഞാൻ ഉണ്ടാക്കുക. കാരണം ഇന്നൊക്കെ ഇവിടെ ആറ്റുകാൽ പൊങ്കാലയൊക്കെ ആയതുകൊണ്ട് ഓഫീസസൊക്കെ ഹോളിഡേയ്സ് ആണ്, ഒന്നും ഓപ്പൺ അല്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു നാളെ ഉണ്ടാക്കി നാളെ ഇന്ന് തേഴ്സ്ഡേ, ഫ്രൈഡേ, സാറ്റർഡേ ഞാൻ നിങ്ങൾക്ക് അയച്ചു തരാം. ഓക്കെ, ചിലയിടത്ത് ഞാൻ നാളെ അയച്ചു തരാമെന്ന് പറഞ്ഞു, ഇല്ല നാളെ ഞാൻ ഉണ്ടാക്കിയിട്ട് മറ്റന്നാൾ ഞാൻ അയച്ചു തരാം. ഓക്കെ, ഓർഡർ ചെയ്തിരിക്കുന്ന അത്രയും പേർക്ക്, പേ ചെയ്തവർക്ക് ഞാനത് ഉണ്ടാക്കി വയ്ക്കും. ഓക്കെ, അങ്ങനെ ആയിരിക്കും കൊടുക്കുന്നത്. കാര്യം നമ്മളിതിൽ പ്രിസർവേറ്റീവ് ആഡ് ചെയ്യാത്തത് കൊണ്ട് നമുക്കത് എന്താ പറയുക, ഇങ്ങനെ വെച്ചേക്കാനും പറ്റത്തില്ല. അത് ഫ്രിഡ്ജിൽ വെക്കുന്നത് നമുക്ക് അസൗകര്യമാണ്, നമ്മുടെ വീട്ടിലെ കാര്യങ്ങൾ ഒക്കെ നടക്കണ്ടേ. അപ്പം എങ്ങനെ ഓർഡർ തരണു, ഓർഡറിനനുസരിച്ച് ഞാൻ ഉണ്ടാക്കും, എന്നിട്ട് നിങ്ങൾക്കത് അയച്ചു തരും. ഓക്കെ, ഇനി നിങ്ങൾക്ക് എന്ത് ഡൗട്ടാണ് ഉള്ളത്? ഓൾമോസ്റ്റ് എല്ലാ കാര്യം ഞാൻ ഇതിനകത്ത് പറഞ്ഞു കഴിഞ്ഞു. ഓക്കെ, അപ്പം ഈ ചൂടത്ത് പോലും ഇത്രയും ഹോട്ട്, നമ്മുടെ സിവിയർ ഹോട്ടാണ് ഇവിടെ, സിവിയറായിട്ട് ഇരിക്കുവാണ് ഈ സമയത്ത് ഇങ്ങനെയുള്ള പാക്കറ്റ്. നിങ്ങൾ വിചാരിക്കുക തലനീരിറങ്ങുന്നവർക്ക് ഇത്രയും നേരം ഇത് വെച്ചുകൊണ്ടിരിക്കാമോന്ന്. അങ്ങനെയുള്ളവർക്ക് ഞാനിതിനകത്ത് ഒരു 2-3 സാധനങ്ങൾ ആഡ് ചെയ്തിട്ടുണ്ട്. എനിക്ക് തലനീരിറക്കുന്ന പ്രശ്നം ഉള്ളത് കൊണ്ട് ഞാനത് അങ്ങനെ ആഡ് ചെയ്തിട്ടാണ് ഞാൻ ഉണ്ടാക്കണേ. അപ്പം എത്ര നേരം വേണമെങ്കിലും വയ്ക്കാം. സ്കാൽപ്പ് നല്ല തണുപ്പാകും, മുടി നല്ലതായിട്ട് വളരും, നമുക്ക് നല്ല ഉറക്കം കിട്ടും, നമ്മുടെ മൈൻഡിന് നല്ലൊരു ഫ്രഷ്നെസ് ഫീൽ ചെയ്യും. ഇപ്പോൾ കുളി കഴിഞ്ഞ് വന്നപ്പോൾ എന്ത് ഫ്രഷ് ആയിട്ടിരിക്കണം. ഓക്കെ, സോ എൻ്റെ നമ്പർ ഇതാണ് 8138814577.
You can order the natural dye now. The price now it is 400 plus 50 inside Kerala. Outside Kerala it is 400 plus 100 rupees. Okay. നമ്മുടെ ഷാമ്പു വേണ്ടവർ പലരും ഓർഡർ ചെയ്തവർ ഷാമ്പു അതിൻ്റെ കൂടെ ഓർഡർ ചെയ്തിട്ടുണ്ട്. ഷാമ്പുവിൻ്റെ റേറ്റ് വന്നിട്ട് 200 plus 50. ഔട്ട്സൈഡ് കേരള ഇറ്റ് ഇസ് 200 plus 100. ഓക്കെ. അപ്പോൾ ഓർഡർ ഇട്ടോളൂ, വേഗം എല്ലാവരും വാങ്ങിക്കോളൂ. മാഡത്തിൻ്റെ ക്രീം നിങ്ങൾ വേഗം വാങ്ങുക. അതുപോലെ നമ്മുടെ ഫെയർനെസ് ക്രീം, നമ്മുടെ നാച്ചുറൽ ഡൈ, നമ്മുടെ ഷാമ്പൂ, ഇത് നാച്ചുറൽ ഡൈ എല്ലാം ഈ നമ്മുടെ പ്രോഡക്റ്റ്സ് ഇതൊക്കെയാണ്. ഇതെല്ലാം നിങ്ങൾ വേഗം ഓർഡർ ചെയ്തോളൂ. അങ്ങനെ നമ്മൾ നേച്ചറിലേക്ക് പോയി നമ്മുടെ ഹെൽത്തിനെ നമ്മൾ രക്ഷിക്കാൻ പോവുക. ഓക്കെ. നമുക്ക് ഒരു എന്താ പറയുക, നമ്മുടെ ഓർഗൻസിനൊന്നും ഒരു പ്രശ്നമില്ല. നമ്മൾ നേച്ചർ, പണ്ടത്തെ ആൾക്കാരുടെ ആ ഒരു സിസ്റ്റത്തിലേക്ക് നമ്മൾ പോവേണ്ടതുണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇപ്പോഴുള്ള ഒരു അസുഖങ്ങളും നമുക്ക് വരില്ല. അവർക്കൊന്നും ഒരു അസുഖവും വന്നിട്ടില്ലല്ലോ. അവരൊക്കെ ഇങ്ങനത്തെ നാട്ടുമരുന്നൊക്കെ ഉപയോഗിച്ചാണ് അവരുടെ ഹെൽത്ത് സൂക്ഷിച്ചിരുന്നത്. നമുക്കും ആ പാത പിന്തുടരാം. നല്ല കാര്യങ്ങൾ, പഴമയില്ല നല്ല കാര്യങ്ങൾ നമുക്കും പിന്തുടരാം. നമ്മുടെ ഹെൽത്ത് സൂക്ഷിക്കാം. നമുക്ക് എന്താ പറയുക, പ്രകൃതിയിൽ തന്നെ നമുക്ക് എല്ലാം ദൈവം നമുക്ക് വേണ്ടി പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അത് യൂസ് ചെയ്ത് നമ്മൾ ജീവിക്കും. ഫുഡാണെങ്കിലും ഇങ്ങനത്തെ കാര്യങ്ങൾ, നാച്ചുറൽ ഡൈ ആണെങ്കിലും ഇതൊരു ഞാൻ പറഞ്ഞല്ലോ, ഇത് നാച്ചുറൽ ഡൈ മാത്രമല്ല, ഇതൊരു നല്ല ഹെയർ പാക്കിങ് കൂടിയാണ്. കാര്യം ഇതിനകത്ത് നമ്മൾ ഒത്തിരി ഹെർബൽ പച്ചമരുന്നുകൾ ചേർത്തിട്ടുള്ളത് കൊണ്ട് നല്ലൊരു ഹെയർ പാക്കിങ് കൂടിയാണ്. മുടി നല്ലതായിട്ട് വളരും. ഡാൻഡ്രഫിൻ്റെ ഇഷ്യൂ പൂർണ്ണമായിട്ടും മാറും. ഓക്കെ. സോ ഇത്രയും കഷ്ടപ്പെട്ട് ഞാനൊരു വീഡിയോ ഇട്ടേക്കുവാ. എനിക്ക് അറിയത്തില്ല എത്രത്തോളം നിങ്ങൾക്കത് കിട്ടിയിട്ടുണ്ടെന്ന്. എല്ലാ കാര്യങ്ങളും ഞാൻ മാക്സിമം ഈ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ പ്ലീസ് നമ്മുടെ കമൻറ്റ് ബോക്സിൽ വന്നിട്ട് കമൻറ്റ് ചെയ്യുക. എല്ലാവരിലും ഈ വീഡിയോ എത്തിക്കുക. മേ ഗോഡ് ബ്ലെസ് യു ആൾ. സീ യു ഓൺ അനദർ വീഡിയോ വിത്ത് വണ്ടർഫുൾ കണ്ടന്റ്. മേ ഗോഡ് ബ്ലെസ് യു.